ഹായ് സ്റ്റുഡൻസ്, വെൽക്കം ടു എല്ലാം തിങ്. നമ്മൾ എന്ന 10ാം ക്ലാസ്സിലെ ഒന്നാമത്തെ ചാപ്റ്റർ ആയ അർത്ഥമെറ്റിക് സീക്വൻസ്, അതായത് സമാന്തര ശ്രേണികൾ എന്ന പാഠത്തിലെ പേജ് 27 എക്സസൈസ് ക്വസ്റ്റ്യൻസ് ആണ് ചെയ്യാൻ പോകുന്നത്. ഒന്നാമത്തെ ചോദ്യം, റൈറ്റ് 3 അർത്ഥമെറ്റിക് സീക്വൻസസ് വിത്ത് ദ സം ഓഫ് ഫസ്റ്റ് 7 ടേംസ് ആസ് 70. ആദ്യത്തെ എന്താണ്? റൈറ്റ് 3 അർത്ഥമെറ്റിക്, 3 അർത്ഥമെറ്റിക് സീക്വൻസ് സമാന്തര ശ്രേണികൾ എഴുതാനാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത്. അതില് ആദ്യത്തെ 7 പദങ്ങളുടെ തുക എത്രയായിരിക്കണം? 70 ആയിരിക്കണം. നമുക്ക് ഒന്ന് ചെയ്ത് നോക്കാം. അപ്പം 7 പദങ്ങൾ 1 പ്ലസ് 2 പ്ലസ് 3 പ്ലസ് 4 പ്ലസ് 5 പ്ലസ് 6 പ്ലസ് 7 പദങ്ങൾ. ഈ 7 പദങ്ങളുടെ തുക എത്രയായിരിക്കണം? 70 ആയിരിക്കണം. ഈ 7 പദങ്ങളും കൂടെ കൂട്ടുമ്പോൾ നമുക്ക് എന്ത് കിട്ടണം? 70 കിട്ടണം. അങ്ങനെയാണെങ്കിൽ ഇതുപോലെ 70 കിട്ടുന്ന 3 സമാന്തര ശ്രേണികള് എഴുതാനാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത്. അപ്പൊ 7 പദങ്ങളുടെ തുക 70 ആയാൽ ഇങ്ങനെ 70 വരുന്ന 3 സമാന്തര ശ്രേണികള് എഴുതാനാണ് നമുക്ക് ആവശ്യപ്പെട്ടിരിക്കുന്നത്. നമുക്ക് ചെയ്ത് നോക്കാം. 7 പദങ്ങളുടെ തുക 70 ആണെന്നാണ് നമുക്ക് തന്നിരിക്കുന്നത്. 1 2 3 4 5 6 7 പദങ്ങളും കൂടെ കൂട്ടിയാൽ എത്ര കിട്ടും? 70 കിട്ടും. ഇവിടെയൊക്കെ ഒന്നാമത്തെ സ്ഥാനം, രണ്ടാമത്തെ സ്ഥാനം 3 4 5 6 7 പദങ്ങളാണുള്ളത് അല്ലേ? ഇതിൽ നോക്കിക്കേ, 3 പൊതുവ്യത്യാസം ഇപ്പുറത്തും ഉണ്ട്. ഇത് 3 പൊതുവ്യത്യാസം ഇപ്പുറവും ഒരേ അകലത്തിലാണെങ്കിൽ ഇതെന്തായിരിക്കും? മധ്യപദമായിരിക്കും. ഇതിന്ന് 1 2 2 3. ഇതുപോലെ പുറകിലോട്ട് 3 പൊതുവ്യത്യാസം കുറവ്. അപ്പം മുന്നിലോട്ട് 3 പൊതുവ്യത്യാസം കൂടുതലും പുറകിലോട്ട് പിന്നിലോട്ട് 3 പൊതുവ്യത്യാസം കുറയുകയും ചെയ്യുന്ന ഒരു ശ്രേണിയില് 4ാം പദം എപ്പോഴും എന്തായിരിക്കും? മധ്യപദമായിരിക്കും. 1 മുതൽ 7 വരെ പദങ്ങൾ ഉള്ളതില് 4ാം പദമായിരിക്കും അതിന്റെ മധ്യപദം. അതായത് ഈ പദത്തിൽ നിന്ന് ഒരേ അകലത്തിലാണ് പൊതുവ്യത്യാസങ്ങൾ. ഇവിടെ 3 പൊതുവ്യത്യാസം കൂട്ടുന്നു, പുറത്തോട്ട് 3 പൊതുവ്യത്യാസം കുറയ്ക്കുന്നു. അതുകൊണ്ട് നമുക്ക് എഴുതാം, മിഡിൽ ടേം ആരാണ്? Middle term is fourth term. Fourth term ആണ് മിഡിൽ ടേം എന്ന് നമുക്ക് പറയാം. അങ്ങനെയാണെങ്കിൽ ഈ തന്നിരിക്കുന്ന വിവരം അനുസരിച്ച് നമുക്ക് മിഡിൽ ടേം കണ്ടുപിടിച്ചൂടെ? എങ്ങനെയാ മിഡിൽ ടേം കണ്ടുപിടിക്കുന്നത്? മിഡിൽ ടേം ഈക്വൽസ്, മിഡിൽ ടേം എന്ന് പറയുന്നത് സം ഇവിടെ 7 പദങ്ങളുള്ളതുകൊണ്ട് സം ഓഫ് 7 ടേംസ് ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് ടേംസ്. സം തന്നിട്ടുണ്ട്, എത്രയാണ്? 70. 70നെ 7 കൊണ്ട് ഹരിച്ചാൽ നമുക്ക് എന്ത് കിട്ടും? 10 എന്ന് കിട്ടും. അപ്പൊ മിഡിൽ ടേം 10 എന്ന് കിട്ടി. അതായത് 4ാമത്തെ പദം 10 ആണ്. ഫോർത്ത് ടേം, 4ാം പൊസിഷനില് 4ാം സ്ഥാനത്ത് നിൽക്കുന്ന ഫോർത്ത് ടേം എത്രയെന്ന് കിട്ടി? ഫോർത്ത് ടേം ഈക്വൽസ് 10 എന്ന് കിട്ടി. ഇതിൽ നിന്ന് നമുക്ക് പദങ്ങൾ കണ്ടുപിടിച്ചൂടെ? കണ്ടുപിടിക്കാം. മധ്യപദം കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ബാക്കിയുള്ള പദങ്ങൾ എങ്ങനെ കണ്ടുപിടിക്കാൻ നോക്കാം. ഇത് കൂട്ടുമ്പോൾ 70 കിട്ടുന്നുണ്ടോ എന്ന് നോക്കാം. 10 കഴിഞ്ഞാൽ പിന്നെ 60 അല്ലെ? 11 12 13 ഇത് കൂട്ടുമ്പോ 36. ഇവിടെ ഒരു 10 ഉണ്ട് അല്ലെ? പിന്നെ ഇത് 8 7 15 24. ഓക്കെ, മൊത്തം 70 ആയില്ലേ? അതെ, നമുക്ക് തുക 70 കിട്ടും. ഇനി 3 ശ്രേണിയാണ് എഴുതാൻ ആവശ്യപ്പെട്ടിരിക്കുന്നത്. ഒരെണ്ണം എഴുതി. ഇനി പൊതുവ്യത്യാസം 2 ഒരു ശ്രേണി എടുക്കാം. നടുക്കത്തെ പദത്തിന് മാറ്റമില്ല, 10. ഇവിടെ 2 എണ്ണം വീതം കൂടുകയാണെങ്കിൽ 12 14 16. ഇവിടെ 2 എണ്ണം വീതം കുറയുകയാണെങ്കിൽ ബാക്കിലോട്ട് പോകുമ്പോ കുറയുകയാണെങ്കിൽ 8 6 4.
ഇതിന്റെയും തുക എന്ത് തന്നെയായിരിക്കും? 70 തന്നെയായിരിക്കും. ഇനി ഒരെണ്ണം കൂടെ 3 എഴുതാനാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത്. പൊതുവ്യത്യാസം 3 ആണെങ്കിൽ നടുക്കത്തെ 10 മാറ്റമില്ല. 10 ഇവിടെ 13 16 19 അല്ലേ? ഇവിടെയോ 3 പറയുമ്പോ 7 4 1. അപ്പം 3 സമാന്തര ശ്രേണികള് അവയുടെ തുക 70 3 സമാന്തര ശ്രേണികൾ നമ്മൾ എഴുതി. ഒന്നാമത്തെ ചോദ്യം കഴിഞ്ഞു. ഇനി നമ്മള് രണ്ടാമത്തെ ചോദ്യത്തിലേക്ക്. രണ്ടാമത്തെ ചോദ്യം, the sum of first 3 terms of an arithmetic sequence is 30 and the sum of first 7 terms is 140. What is the second term of the sequence? What is the fourth term of the sequence? What are the first 3 terms of the sequence? അതായത് ചോദ്യത്തിൽ പറയുന്നത് ഒരു സമാന്തര ശ്രേണിയുടെ ആദ്യത്തെ 3 പദങ്ങളുടെ തുക 30ഉം ആദ്യത്തെ 7 പദങ്ങളുടെ തുക 140ഉം ആകുന്നു. അങ്ങനെയെങ്കിൽ രണ്ടാം പദം, ഈ ശ്രേണിയിലെ രണ്ടാം പദം എത്ര? ശ്രേണിയിലെ 4ാം പദം എത്ര? ആദ്യത്തെ 3 പദങ്ങൾ എഴുതുക. ഈ ശ്രേണിയിലെ ആദ്യത്തെ 3 പദങ്ങൾ എഴുതുക. ഇതാണ് നമ്മുടെ രണ്ടാമത്തെ ചോദ്യം. നമുക്കിതിന് ആൻസർ ചെയ്യാം. ഓക്കെ, പേജ് 27 നമ്മൾ രണ്ടാമത്തെ ചോദ്യമാണ് ഇനി ചെയ്യാൻ പോകുന്നത്. ചോദ്യം വായിച്ചു കഴിഞ്ഞല്ലോ. എന്താണ് പറയുന്നത്? സം ഓഫ് ഫസ്റ്റ് 3 ടേംസ്. സം ഓഫ്, രണ്ടാമത്തെ ചോദ്യം, സം ഓഫ് ഫസ്റ്റ് 3 ടേംസ് എത്രയും തന്നിട്ടുണ്ട്? ഈക്വൽസ് 30. പിന്നെ അത് കൂടാതെ സം ഓഫ് ഫസ്റ്റ് 7 ടേംസ് ഈക്വൽസ് 140 തന്നിട്ടുണ്ട്. What is second term, fourth term and first 3 term? അപ്പൊ നമുക്ക് സം ഓഫ് ഫസ്റ്റ് 3 ടേംസ്, ആദ്യത്തെ 3 പദങ്ങളുടെ തുക 30 അല്ലേ? അങ്ങനെയാണെങ്കിൽ ഇത് നടുക്കത്തെ പദം അല്ലേ? 3ാം പദത്തിലെ നടുക്കത്തെ പദമാണ് സെക്കൻഡ് ടേം. ഇത് ഫസ്റ്റ്, സെക്കൻഡ്, തേർഡ്. സെക്കൻഡ് പൊസിഷൻ ഈസ് ദ മിഡിൽ ടേം. രണ്ടാം സ്ഥാനത്ത് ആരാണോ അതാണ് മിഡിൽ ടേം എന്ന് പറയുന്നത്, മധ്യപദം. അപ്പൊ മിഡിൽ ടേം എങ്ങനെയാണ് നമ്മൾ കണ്ടുപിടിക്കുന്നത്? അതായത് what is the second term? Middle term is the second term. Second term is the middle term. രണ്ടാമത്തെ ചോദ്യം ചെയ്യാം. സം ഓഫ് ഫസ്റ്റ് 3 ടേംസ്, 3 പദങ്ങള് 30. ഫസ്റ്റ്, സെക്കൻഡ്, തേർഡ് 3. അപ്പം ഇതില് നടുക്കത്തെ പദം എന്ന് പറയുന്നത് ഈ രണ്ടാമത്തെ ആളാണ് അല്ലേ? മിഡിൽ ടേം. മിഡിൽ ടേം is the second, is in the second position. Is in the second position. രണ്ടാം സ്ഥാനത്തിരിക്കുന്ന ആളാണ് മിഡിൽ ടേം. മിഡിൽ ടേം ഈസ് ഇൻ ദ സെക്കൻഡ് പൊസിഷൻ. അതായത് സെക്കൻഡ് ടേം ഈസ് മിഡിൽ ടേം. സെക്കൻഡ് ടേം ഈസ് മിഡിൽ ടേം. അപ്പൊ മിഡിൽ ടേം കണ്ടുപിടിച്ചോട്ടെ. മിഡിൽ ടേം എങ്ങനെയാ കണ്ടുപിടിക്കുന്നത്? മിഡിൽ ടേം ഈക്വൽ സം ബൈ നമ്പർ. Middle term equals sum of 3 terms by number of terms equals 30 by 3 equals 10. അതായത് sum of 3 terms by number of terms. Number of terms is 3. So 30 by 3 equals 10. അപ്പൊ നമുക്ക് ആരെ കിട്ടി? ഒന്നാമത്തെ ആൻസർ ആയി അല്ലേ? ഒന്നാമത്തെ ആൻസർ എന്താണ്? സെക്കൻഡ് ടേം. സെക്കൻഡ് ടേം ഈക്വൽസ് 10 എന്ന് കിട്ടി. നമ്മുടെ
ആദ്യത്തെ ആൻസർ സെക്കൻഡ് ടേം ഈസ് 10 എന്ന് കിട്ടി. ഇനി അടുത്ത ചോദ്യത്തില് എന്താണ് പറയുന്നത്? അടുത്തത് ഫോർത്ത് ടേം ആണ് ചോദിച്ചിരിക്കുന്നത്. ഫോർത്ത് ടേം കണ്ടുപിടിക്കാം. ഇനി ഫോർത്ത് ടേം ആണ് കണ്ടുപിടിക്കേണ്ടത്. അതിന് ഇതെടുക്കാം നമുക്ക്. സം ഓഫ് 7 ടേംസ് 1 + 2 + 3 + 4 + 5 + 6 + 7 = 140. ഇതിന്റെ അകത്ത് നോക്കിക്കേ. ഇതില് ഇവിടെ നിന്ന് പോവുക, ഇവിടെ നിന്ന് ഒന്ന് പോവുക, ഇവിടെ നിന്ന് 2 എണ്ണം പോവുക, ഇവിടെ നിന്ന് 2 എണ്ണം പോവുക, 2 2. ഇവിടെ നിന്ന് 3 എണ്ണം പോവുക, 3 എണ്ണം പോവുക, പിന്നെ അങ്ങോട്ട് പോകാനില്ല. അപ്പൊ ഇതാണ് മിഡിൽ ടേം. ഫോർത്ത് ടേം ഇസ് ദ മിഡിൽ ടേം. ഫോർത്ത് ടേം ഈസ് ദ മിഡിൽ ടേം. മിഡിൽ ടേമിൽ നിന്ന് മുന്നിലും പിന്നിലും തുല്യ അകലത്തിലുള്ള കോമൺ ഡിഫറൻസ് ഉണ്ടായിരിക്കണം. എങ്കിലേ അതിനെ നമ്മൾ മിഡിൽ ടേം എന്ന് പറയും. 5 പേരിയ്ക്കുന്നതിൽ മൂന്നാമത്തെ ആളായിരിക്കും മിഡിൽ. 7 പേരിയ്ക്കുന്നതിൽ എത്ര പേര്? 4ാമത്തെ ആളായിരിക്കും മിഡില്, നടുക്ക് വരുന്നത്. അപ്പം ഫോർത്ത് ടേം ഇസ് ദ മിഡിൽ ടേം. ഇനി ഫോർത്ത് ടേം കണ്ടുപിടിച്ചൂടെ? ഫോർത്ത് ടേം ഈക്വൽസ് ഫോർത്ത് ടേം ഈക്വൽസ് 140/7 sum by number. Middle term equal sum of the terms by number of terms. 140/7 എന്ന് ചെയ്യുമ്പോൾ നമുക്ക് 20 എന്ന് കിട്ടും. ഇനി നമുക്ക് ആദ്യത്തെ, ഇതിപ്പം രണ്ടാമത്തെ ക്വസ്റ്റ്യനിലെ രണ്ടാമത്തെ ആൻസർ ആണ്. ഇനി മൂന്നാമത്തെ ഒരെണ്ണം ഉണ്ട്. റൈറ്റ് 3 terms of the first 3 terms of the sequence. അപ്പൊ നമുക്കിനി ഫസ്റ്റ് 3 terms ആണ് കണ്ടുപിടിക്കേണ്ടത്. ഇതില് ഫസ്റ്റ് 3 terms കണ്ടുപിടിക്കാൻ നമുക്ക് എന്തെല്ലാം ഉണ്ട്? സെക്കൻഡ് ടേം ഉണ്ട് അല്ലെ? സെക്കൻഡ് ടേം ഈക്വൽസ് 10. ഫോർത്ത് ടേം ഈക്വൽസ് 20. ഈ രണ്ട് വിവരങ്ങളും വെച്ചിട്ടാണ് നമുക്ക് എന്താണ് കോമൺ ഡിഫറൻസ്, പൊതു വ്യത്യാസം കണ്ടുപിടിക്കാം. അപ്പം സെക്കൻഡ് ടേമിൽ നിന്ന് തുടങ്ങാം. സെക്കൻഡ് ടേമിന്റെ കൂടെ 2 പൊതു വ്യത്യാസം, 2 times പൊതു കോമൺ ഡിഫറൻസ്, 2 + 2 4. 2 times കോമൺ ഡിഫറൻസ് ആഡഡ് ടു സെക്കൻഡ് ടേം ഗീവ്സ് ഫോർത്ത് ടേം. 4ാം പദം കിട്ടും, ഫോർത്ത് ടേം കിട്ടും. അപ്പം 10 + 2d = 20. 2d = 20 - 10 = 10. Therefore d is equal to 10/2 = 5. അപ്പൊ പൊതു വ്യത്യാസം കോമൺ ഡിഫറൻസ് നമുക്ക് കിട്ടി. എത്ര? 5 എന്ന് കിട്ടി അല്ലേ? നമുക്ക് രണ്ടാം പദം നമുക്ക് അറിയാം. എത്ര? 10. ഇപ്പൊ കോമൺ ഡിഫറൻസ് കിട്ടിക്കഴിഞ്ഞാൽ ബാക്കി ടേംസ് കണ്ടുപിടിച്ചൂടെ? 3 എണ്ണം കണ്ടുപിടിക്കാനാ പറയുന്നത്. 5 കുറയ്ക്കുമ്പോൾ 5, 5 കൂട്ടുമ്പോൾ 15. ഇതാണ് നമ്മള് ഫസ്റ്റ് 3 terms of this sequence. 5, 10, 15. ഓക്കെ. മൂന്നാമത്തെ ചോദ്യം. The sum of first 5 terms of an arithmetic sequence is 150 and the sum of first 10 terms is 550. What is the third term of the sequence? What is the 8th term of the sequence? Write the first 3 terms of the sequence. നേരത്തെ പോലത്തെ അതേ ചോദ്യം തന്നെയാണ്. ഒരു സമാന്തര ശ്രേണിയിലെ ആദ്യത്തെ 5 പദങ്ങളുടെ തുക 150 ആകുന്നു. അതുപോലെ തന്നെ ആദ്യത്തെ 10 പദങ്ങളുടെ തുക 550 ആകുന്നു. അങ്ങനെയെങ്കിൽ മൂന്നാം പദം എത്ര? 8ാം പദം എത്ര? ആദ്യത്തെ 3 പദങ്ങൾ ഏവ? ഇത്രയും നമുക്ക് കണ്ടുപിടിക്കണം. നമുക്ക് ഓരോന്നായിട്ട് ചെയ്ത് നോക്കാം. ഓക്കെ. മൂന്നാമത്തെ ചോദ്യം വായിച്ചു കഴിഞ്ഞു. നമുക്ക് മൂന്നാമത്തെ ചോദ്യം ചെയ്യാൻ നോക്കാം. മൂന്നാമത്തെ ചോദ്യത്തിൽ എന്താ പറയുന്നത്? സം ഓഫ് ഫസ്റ്റ് 5 terms. സം ഓഫ് ഫസ്റ്റ് 5 terms എത്രയെന്ന് പറയുന്നുണ്ട്? ഈക്വൽസ് 150. Sum of first 5 terms equals 150 and sum of first 10 terms
10 terms equals 550. ഇതില് what is third term? ഒന്നാമത്തെ ചോദ്യം third term. ആദ്യത്തെ 5 പദങ്ങൾ എടുക്കാം. 1, 2, 3, 4, 5. 5 പദങ്ങളും കൂടെ കൂട്ടുമ്പോ 150. ഇത് നടുക്കത്തെ പദം കണ്ടുപിടിക്കുന്നത് എങ്ങനെയാ? അതായത് ഒരു എളുപ്പ വഴിയുണ്ട്. ഇങ്ങനെ എണ്ണി നോക്കാതെ 5ന്റെ കൂടെ 1 കൂട്ടുക, 6. 6ന്റെ പകുതി എത്ര? 3. അപ്പൊ മൂന്നാം പദമാണ് മിഡിൽ ടേം. 1, 2 എണ്ണി നോക്കിയാലും പിടിയിട്ടും 3, 4, 5. Third term is the middle term. Third term is the middle term. Middle term is in the third position. അപ്പം മിഡിൽ ടേം എങ്ങനെ കണ്ടുപിടിക്കും? സം ബൈ നമ്പർ. മിഡിൽ ടേം ഈക്വൽസ് sum of the terms by number of terms. Sum of 5 terms by number of terms 5. 150 by 5. എത്ര കിട്ടും? 30 എന്ന് കിട്ടും. ഇനി അടുത്ത നമുക്ക് അപ്പൊ എന്താണ്? തേർഡ് ടേം ഈക്വൽസ് 30 എന്ന് കിട്ടി. മിഡിൽ ടേം ആണ് തേർഡ് ടേം. അപ്പൊ ഒന്നാമത്തെ എന്റെ ആൻസർ ആയി. Third term equals 30. ഇനി രണ്ടാമത്തെ ചോദ്യം എന്താണ് പറയുന്നത്? What is the 8th term of the sequence? 8ാം പദം എത്ര? അപ്പൊ ഇവിടെ നമുക്ക് സം ഓഫ് 10 ടേംസ് തന്നിട്ടുണ്ടല്ലേ. 1, 2, 3, 4, 5, 6, 7, 8, 9, 10. ഈ 10 പദങ്ങളും കൂടെ കൂട്ടുമ്പോ എത്ര? 550. ഇതിൽ നമുക്ക് ആരെ അറിയാം? മൂന്നാം പദത്തിനെ അറിയാം അല്ലെ. തേർഡ് ടേം ഈസ്, ഇതാണ് മൂന്നാമത്തെ പദം. തേർഡ് ടേം ഈസ് 30. പിന്നെ വേറെന്തുണ്ട്? സം ഓഫ് 5 ടേംസ് നമുക്കറിയാം അല്ലെ. തെറ്റില്ല. തേർഡ് ടേം ഹിയർ അല്ലേ. തേർഡ് ടേം ഈസ് 30. അപ്പൊ സം ഓഫ് 5 ടേംസ് എത്ര? 150. സം ഓഫ് 10 ടേംസ് 550. ഇതിന് തന്നെ നമുക്ക് ഡയറക്റ്റ് ആയിട്ട് കോമൺ ഡിഫറൻസ് കണ്ടുപിടിക്കാൻ പറ്റും അല്ലെ. അല്ലെങ്കിൽ നമുക്ക് വേറൊരു വഴിയുണ്ട്. എങ്ങനെയാണ് കോമൺ ഡിഫറൻസ് കണ്ടുപിടിക്കുന്നത്? നമുക്ക് 8th ടേം ആണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ സം ഓഫ് 10 ടേംസ് 550. സം ഓഫ് 5 ടേംസ് 1, 2, 3, 4, 5. ഇത്ര വരെ എത്ര? 150. പിന്നെ മൊത്തം എത്ര? 550 അല്ലേ. സം ഓഫ് 10 ടേംസ് ഈസ് 550. ഇനി നമുക്ക് ഇത് നമ്മൾ തേർഡ് ടേം കണ്ടുപിടിച്ച് എത്രയാ? തേർഡ് ടേം എത്ര കിട്ടി നമുക്ക്? തേർഡ് ടേം 30 എന്ന് കിട്ടി. 30 എന്ന് കിട്ടി അല്ലേ. ഇനി ഇവിടെ നോക്കിക്കേ, നമുക്ക് 8th ടേം എവിടെ വരും? ഇതാ ഇവിടെ വരും അല്ലേ. 9, 10, 1, 2. അപ്പം 8th ടേമിന് പിന്നില് 2 പേരുണ്ട്, മുന്നില് എന്താണ് 2 പേരെടുക്കുകയാണെങ്കിൽ രണ്ടാമത്തെ ആൾ ഇവിടെ വരും അല്ലെ. നമുക്ക് ഇത് ചെയ്യാനുള്ള വേറൊരു എളുപ്പ വഴി നോക്കിക്കേ. 5 പദങ്ങൾ കഴിഞ്ഞിട്ട് പിന്നെ ഈ 5ലുള്ളത് ഇത് ചെയ്യുന്നത് കുറച്ചാ പോരെ കണ്ടുപിടിക്കാൻ. ആദ്യത്തെ 5 പദങ്ങൾ 150 ആണെങ്കിൽ അടുത്ത 5 പദങ്ങള് 550ൽ നിന്ന് 150 കുറയ്ക്കുമ്പോൾ എത്ര കിട്ടും? 400 കിട്ടും. 400 കിട്ടും. ഈ ഇത്രയും പദങ്ങളുടെ തുക 400. 400, 150, 550. ഇതില് മിഡിൽ ടേം അല്ല ഈ 8th ടേം നോക്കിക്കേ. 6, 7, 8, 9, 10. അപ്പൊ ഈ മിഡിൽ ടേം കാണാൻ സം ബൈ നമ്പർ 5 അല്ലേ ഉള്ളൂ. അപ്പം 8th ടേം ഈക്വൽസ് 550 മൈനസ് 150. മനസ്സിലായല്ലേ? ബൈ എത്ര എണ്ണം? 5 പേരെ ഉള്ളു അവിടെ.
400/5 80 എന്ന് കിട്ടും. 8th ടേം ഈസ് 80. അപ്പം നമുക്ക് രണ്ടാമത്തെ ആൻസർ ആയി 8th ടേം. ഇനി മൂന്നാമത്തത് റൈറ്റ് ഫസ്റ്റ് 3 ടേംസ് ഓഫ് ദിസ് സീക്വൻസ്. 3 മൈനസ് 8 എത്ര കിട്ടും? -50/-5 10 എന്ന് കിട്ടും. ഈക്വൽസ്, ഇത് കുറച്ചുകൂടെ ക്ലിയർ ആയിട്ട് എഴുതാം. ഈക്വൽസ് -50/-5 d is equal to 10 എന്ന് കിട്ടും. അല്ലാതെ തിരിച്ചു ചെയ്യാം. ആദ്യം 3rd ടേം എഴുതിക്കൊണ്ട് താഴെ 8th ടേം എഴുതി അങ്ങനെയും ചെയ്യാം. ഓക്കെ, അപ്പൊ നമുക്ക് ഡി കിട്ടി. അപ്പൊ ഇവിടെ എത്ര? 10 കുറച്ചാൽ മതി 20, 10 കുറച്ചാൽ 10. അപ്പം നമ്മുടെ മൂന്നാമത്തെ ആൻസർ 10, 20, 30. ഇത് ഇവിടെ നമ്മൾ ഇത് വേറൊരു രീതിയിലും നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. ഈ പറഞ്ഞ കണക്ക് ടേം ഡിഫറൻസ് ബൈ പൊസിഷൻ ഡിഫറൻസ്. ഇതിനെ വേണമെങ്കിൽ മുകളിൽ കൊണ്ടുവന്നിട്ട് എഴുതിയിട്ട് ഇതിനെ താഴെ എഴുതി ചെയ്യാം. അപ്പൊ ഇവിടെ നെഗറ്റീവ് വരത്തില്ല, അത്രേ ഉള്ള വ്യത്യാസം. അപ്പം മൂന്നാമത്തെ ചോദ്യം കഴിഞ്ഞി. നാലാമത്തെ ചോദ്യം. ഓക്കെ, നാലാമത്തെ ചോദ്യം. The sum of 11th and 21st terms of an arithmetic sequence is 80. What is its 16th term? ചോദ്യം മനസ്സിലായ? അതായത് ഒരു സമാന്തര ശ്രേണിയിലെ 11ാം പദത്തിന്റെയും 21ാം പദത്തിന്റെയും തുക 80 ആയാൽ 16ാം പദം എത്ര? നമുക്ക് കണ്ടുപിടിക്കാം. 11ാം പദം sum of 11th and 21st terms equals 80. 11ാം പദത്തിന്റെയും 21ാം പദത്തിന്റെയും തുക എന്ന് പറയുന്നത് 80. അപ്പൊ 11 തൊട്ട് 21 വരെ. ഓക്കെ, 11, 12, 13, 14, 15, 16, 17, 18, 19, 20, 21. ഓക്കെ, അപ്പുറം ഇപ്പുറം ഓരോരുത്തരെ ഓരോ കോമൺ ഡിഫറൻസിനെ വെട്ടി. ഓക്കെ, അടുത്ത ആള്. അപ്പം ഈ 16ാം പദം എന്ന് പറയുന്നത് എന്തായിട്ട് വരും? മിഡിൽ ടേം ആയിട്ട് വരും. അപ്പം 16th term is the middle term. അപ്പൊ മിഡിൽ ടേം കണ്ടുപിടിക്കാൻ അറിയാലോ. മിഡിൽ ടേം ഈക്വൽസ് സം ബൈ നമ്പർ. സം ഓഫ് ദ ടേംസ് എത്ര? 80. നമ്പർ എത്രയാണ്? എത്ര ടേം ഉണ്ട് അറിയോ? ഇവിടെ 11ഉം 21. 2 പേരല്ലേ ഉള്ളൂ. അപ്പം 2. അപ്പൊ എത്ര കിട്ടും നമുക്ക്? 40 എന്ന് കിട്ടും. അപ്പം 16ാം പദത്തിന്റെ വാല്യൂ, 16ാം പദം എന്ന് പറയുന്നത് 40 അപ്പൊ നമുക്ക് ഇവിടെ എഴുതാം 16th term equals 40. ഇതാണ് നമ്മുടെ നാലാമത്തെ ചോദ്യം. ഇനി ഒരു ചോദ്യം കൂടെ ഉണ്ട് ഈ എക്സസൈസിൽ, അതും കൂടി നമുക്ക് ചെയ്യാം. ഓക്കെ, അഞ്ചാമത്തെ ചോദ്യം. The angles of a pentagon are in arithmetic sequence. If the angles are written according to their magnitude, what would be the third angle? മൂന്നാമത്തെ കോൺ എത്ര? If the smallest angle is 40, what are the other angles? മൂന്നാമത്, can the smallest angle be 36 degree? അതായത് ഒരു പെൻറ്റഗണിലെ, അതായത് 5 വശമുള്ള ബഹുഭുജം, 5 വശമുള്ള ബഹുഭുജത്തിൻ്റെ കോണുകളെല്ലാം സമാന്തര ശ്രേണിയിലാണ്. ദ ആംഗിൾസ് ആർ റിട്ടൺ അക്കോർഡിംഗ് ടു ദ മാഗ്നിറ്റ്യൂഡ്, അതായത് അതിൻ്റെ വില അനുസരിച്ച് ചെറുതിൽ നിന്ന് വലുതിലോട്ട് എഴുതുകയാണെങ്കിൽ മൂന്നാമത്തെ ആംഗിള് എത്രയായിരിക്കും? പിന്നെ ചെറിയ കോണ് 40 ഡിഗ്രി എന്ന് എടുത്താൽ മറ്റു കോണുകൾ
ഏവ. പിന്നെ 36 ഡിഗ്രി ചെറിയ കോൺ ആകും, ഏറ്റവും ചെറിയ കോൺ ആകും. ഇതാണ് നമ്മുടെ ചോദ്യം. നമുക്കിതിൻ്റെ ആൻസർ കണ്ടെത്താം. ഓക്കെ, അഞ്ചാമത്തെ ചോദ്യം നിങ്ങൾ വായിച്ചു കഴിഞ്ഞു. ദ ആംഗിൾസ് ഓഫ് എ പെന്റഗൺ ആർ ഇൻ അരിത്തമെറ്റിക് സീക്വൻസ്. അപ്പൊ പെന്റഗണ് എത്ര ആംഗിൾസ് ഉണ്ട്? 5 ആംഗിൾസ് ഉണ്ട് അല്ലേ? ഇതാണ് പെന്റഗണിന്റെ ഷേപ്പ്, 5 സൈഡ്. ഓക്കെ, 5 സൈഡുള്ള ഒരു രൂപം. ഇഫ് ദ ആംഗിൾസ് ആർ റിട്ടൺ അക്കോർഡിംഗ് ടു ദ മാഗ്നിറ്റ്യൂഡ്, വാട്ട് വുഡ് ബി ദ തേർഡ് ആംഗിൾ? അപ്പൊ 5 ആംഗിൾ ആണ് ഉള്ളത്. 1 2 3 4 5, 5 ആംഗിൾ. സം ഓഫ് ദ ആംഗിൾസ്, സം ഓഫ് ദ ആംഗിൾസ് കാണാൻ ഫോർമുല ഉണ്ട്. എന്താണ്? n-2 ഇൻറ്റു 180. ഇന്നിവിടെ n എന്ന് പറയുന്നത് 5 വശം. 5 - 2 ഇൻറ്റു 180 ഈക്വൽസ് 3 ഇൻറ്റു 180 ഈക്വൽസ് 540 ഡിഗ്രി. അപ്പം മൊത്തം കോണളവ് 540. അതില് മൂന്നാമത്തെ ആംഗിളാണ് ചോദിച്ചിരിക്കുന്നത്. 1 2 3 4 5, 1 2 3 4 5 കൂടെ കൂട്ടുമ്പോ 540. അപ്പം മൂന്നാമത്തെ ആള് മിഡിലാണ് ചോദിച്ചിരിക്കുന്നത്. തേർഡ് ടേം ഈക്വൽ സം ബൈ നമ്പർ 108 എന്ന് കിട്ടും. അപ്പം മൂന്നാമത്തെ ആള് 108 ആണ്. തേർഡ് ടേം ഈക്വൽസ് 108. ഇത് 5 അല്ല 8 ആണ്, 108 ഡിഗ്രി. അപ്പൊ ഒന്നാമത്തെ ആൻസർ ആയി. വാട്ട് വുഡ് ബി ദ തേർഡ് ടേം? തേർഡ് ടേം ഈക്വൽ 108. ഇനി നമുക്ക് ആംഗിൾസ് എഴുതാം. 5 ആംഗിൾ ആണ്. അപ്പൊ ഏറ്റവും ചെറിയ ആംഗിള് 40 ഡിഗ്രി ആയ. അപ്പൊ മൂന്നാമത്തെ ആംഗിൾ നമ്മളിപ്പോ കണ്ടുപിടിച്ചിട്ട് 108. അപ്പൊ ഇവിടെ കോമൺ ഡിഫറൻസ് എത്ര? 108 മൈനസ് 40. എത്ര കോമൺ ഡിഫറൻസ് ഉണ്ട്? 1 2 ബൈ 2 എത്ര വരും? 8. 68 ബൈ 2 34. ഇവിടെ 1 2 കോമൺ ഡിഫറൻസ് ആണ് വ്യത്യാസം. അപ്പം 34 എന്ന് കിട്ടി. അപ്പൊ 40 പ്ലസ് ഡി ആണ്. 34 ഈക്വൽസ് 74. 74 പ്ലസ് 34 108. 108 പ്ലസ് 34 എത്ര ഇടും? 142. 108 പ്ലസ് 34 142. 142 പ്ലസ് 34 176. അപ്പൊ ഇതെല്ലാം ഡിഗ്രിയിലാണ് കേട്ടോ. അപ്പം ഇഫ് ദ സ്മോളസ്റ്റ് ആംഗിൾ 40 ഡിഗ്രി, വാട്ട് ആർ ദ അതർ ആംഗിൾസ്? ഇതാണ് നമ്മുടെ ആൻസർ. 40, 74, 108, 142, 176. ഇതാണ് നമുക്ക് രണ്ടാമത്തെ പാർട്ടിന്റെ ആൻസർ. ഇനി മൂന്നാമത്തെ പാർട്ട് നമുക്ക് നോക്കാം. മൂന്നാമത്തെ പാർട്ടിൽ എന്താണ് പറഞ്ഞിരിക്കുന്നത്? മൂന്നാമത്തെ ചോദ്യം, ഏറ്റവും ചെറിയ ആംഗിൾ 36 ഡിഗ്രി ആകുമോ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. നമുക്ക് നോക്കാം. 2 3 4 5 പേരില് മൂന്നാമത്തെ ആള് 108. 36 ഡിഗ്രി ആകുമോ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഇവിടെ നമുക്ക് കോമൺ ഡിഫറൻസ് കാണാം. 108 മൈനസ് 36 ബൈ 2. ഈ 2 എങ്ങനെ വന്നാ? 1 2 കോമൺ ഡിഫറൻസ്. അപ്പൊ എത്ര കിട്ടും നമുക്ക്? 2 7 72 ബൈ 2 36 എന്ന് കിട്ടും. അപ്പൊ 36ന്റെ കൂടെ 36 ആഡ് ചെയ്യുമ്പോൾ 72. 108 36 144. അപ്പം അടുത്തത് 180 എന്ന് കിട്ടും. ഓക്കെ, ഇതാണ് 5 ആംഗിൾ കിട്ടിയിരിക്കുന്നത്. ഈ 180 എന്ന് പറയുന്നത് സ്ട്രെയിറ്റ് ആംഗിൾ അല്ലേ? ആംഗിൾ ആവുമോ? സ്ട്രെയിറ്റ് ആംഗിൾ ഈസ് 180 ഡിഗ്രി. ഈസ് ഇറ്റ് പോസിബിൾ? അത് സാധ്യമാണോ? അല്ല. എല്ലാം കൂടെ കൂട്ടുമ്പോൾ 540 കിട്ടുകയും ചെയ്യണം. ഒരു ആംഗിള് എല്ലാ ആംഗിൾസും 180 കുറവായിരിക്കണം. അപ്പൊ ഇത് 180 വരുമ്പോൾ സ്ട്രെയിറ്റ് ആംഗിൾ ആണ് അല്ലേ?
അപ്പൊ നേർരേഖയാണ്. നേർരേഖയുടെ കോണളവ് എത്രയാണ്? 180. അതുകൊണ്ട് ഇത് സാധ്യമല്ല. 36 ഡിഗ്രി എന്താണ്? സാധ്യമല്ല. സോ സ്മോളസ്റ്റ് ആംഗിൾ കനോട്ട് ബി 36 ഡിഗ്രി. പോളിഗൺ ഇന്റീരിയർ ആംഗിൾ, നമുക്ക് അതിന്റെ റീസൺ എഴുതാം. ഇന്റീരിയർ ആംഗിൾ of a polygon. Interior angle of a polygon should not be എത്രയാകാൻ പാടില്ല? equal to should not be equal to 180 ഡിഗ്രി. 180 ഡിഗ്രി ആകാൻ പാടില്ല. സോ സ്മോളസ്റ്റ് ആംഗിൾ എത്രയാണ്? 36 അല്ലേ? 36 ഡിഗ്രി is not possible. 36 degree is not possible. തന്നെ എഴുതാം, നോട്ട് പോസിബിൾ. ഇതാണ് അതിന്റെ റീസൺ. അപ്പൊ നമ്മള് എല്ലാ ചോദ്യങ്ങളും ചെയ്തു കഴിഞ്ഞു. ഈ എക്സസൈസ് തീർന്നിരിക്കുന്നു. ഈ എക്സസൈസിൽ 5 ചോദ്യങ്ങൾ ഉണ്ടായിരുന്നു. 5 ചോദ്യങ്ങളും ചെയ്തു കഴിഞ്ഞു.